ദില്ല തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ കോഫി ഹൗസിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദില്ലയ്ക്ക് നിന്ന് തിരിയാൻ നേരമില്ല എന്ന് എനിക്കറിയാം, കാരണം അത്രമാത്രം വാർത്തകളാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏത് ഹോട്ടലിലാണ് നിൽക്കുന്നത്, അവിടുത്തെ അടുക്കളയുടെ അവസ്ഥ എന്താ? മനു, ഞാനിപ്പോൾ നിൽക്കുന്നത് വാൻഡ്രോസ് ജംഗ്ഷനിലുള്ള കോഫി ഹൗസിൽ തന്നെയാണ്. നമ്മൾ ഈ LPG പ്രതിസന്ധി വന്നപ്പോൾ മുതൽ കണ്ടുകൊണ്ടിരുന്ന ഒരു ഹോട്ടൽ തന്നെയാണ്. അതായത് അതിനൊരു പ്രതിവിധി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. വിറകടുപ്പിലേക്ക് മാറുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പൂർണ്ണമായി ഇപ്പോഴും മുക്തരല്ല. ഇപ്പോഴും നമ്മൾ ഈ കാണുന്നുണ്ട്, ഇവിടെ വിറകടുപ്പ് പുകയുന്നത് നമ്മൾ ഇപ്പോഴും ഇവിടെ കാണുന്നുണ്ട്. അതിൽ നിന്നാണ് കഴിഞ്ഞ ദിവസത്തെ വില വർധനവ് കൂടെ വന്നതോടുകൂടി ഇനി എന്ത് ചെയ്യുമെന്നുള്ള വലിയൊരു ചോദ്യചിഹ്നത്തോടുകൂടെ ഈ ഹോട്ടൽ മേഖല നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. നമുക്കറിയാം, വലിയ പ്രതിസന്ധി തന്നെയാണ് ഉള്ളത്. ഈ ഒട്ടുമിക്ക പലയിടങ്ങളിലും ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്ന ഒരു പ്രതിസന്ധിയിലോട്ട് തന്നെയാണ് പോകുന്നത്. ഇതാണ് അടുക്കള എന്ന് പറയുന്നത്. നമുക്കറിയാം, അന്നെല്ലാം സംസാരിച്ചപ്പോൾ ഒരു ദിവസം 8 സിലിണ്ടറുകൾ വരെ ആയിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതേ വില വർധനവ് വന്നിട്ടുണ്ട്. ഒരു ദിവസം 8 സിലിണ്ടറൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹോട്ടലിനെ സംബന്ധിച്ച് ഈ വില വർധനവ്, അതും ചില്ലറ വിലയൊന്നും അല്ല കൂടിയത്, 993 രൂപ കൂടി എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടിലാണ് ഹോട്ടൽ മേഖല പോകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴും നിരവധി ജീവനക്കാരുണ്ട് ഇവിടെ. വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് മുന്നോട്ട് വരുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു കടയുടെ ഒരു മാനേജർ കൂടിയായിട്ടുള്ള ചേട്ടന്റെ അടുത്ത് തന്നെ ചോദിക്കാം. ചേട്ടാ, വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വന്നത്. വിറകടുപ്പിനെ ഒരു പ്രതിസന്ധി തരണം ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോഴിതേ അതിനപ്പുറത്തേക്ക് വില കൂടിയ ഒരു അവസ്ഥ കൂടെ വരുന്നുണ്ട്. എത്തരത്തിലാണ് നിങ്ങളെ അത് ബാധിക്കുന്നത്? തീർച്ചയായിട്ടും ഈ വില വർധനവ് ഹോട്ടൽ മേഖലയെ മൊത്തത്തിൽ തന്നെ ബാധിക്കുന്നതാണ്. നമുക്ക് തന്നെ ഇപ്പം വിറക് കിട്ടാനില്ല, ആ ഒരവസ്ഥയിലുണ്ട്. എങ്കിലും നമുക്ക് തൽക്കാലം സ്ഥിരമായി തരുന്ന ആൾ തരുന്നുണ്ട്, അതും കൂടെ ഉപയോഗിക്കുന്നു. ഈ 1000 രൂപയോളം ഒരു സിലിണ്ടർ ഗ്യാസിന് വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപയോഗത്തിൽ ശരാശരി 8 സിലിണ്ടർ അല്ല, നമുക്കൊരു 4 സിലിണ്ടറിന്റെ ഉപയോഗമെങ്കിൽ 4000 രൂപ അത് തന്നെയായി. ഇനിയിപ്പോൾ പൊതുജനത്തിന്റെ ഇടയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ പാലുൾപ്പെടെയുള്ള വിലവർധന ഉണ്ടെന്ന് പറയുന്നു. അതും നമ്മളെ കാര്യമായി ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പിന്നെ ഇതെല്ലാം കൂടെ പരിശോധിച്ച് നോക്കിയിട്ട് ഇന്നലെ 1-ാം തീയതി മുതലാണ് ഈ വിലവർധന നിലവിൽ വന്നിട്ടുള്ളത്. മൊത്തത്തിലുള്ള കാര്യം പരിശോധിച്ച് നോക്കിയിട്ട് മാത്രമേ നമുക്ക് മറ്റ് സ്ഥാപനങ്ങളെ പോലെ ദൈനംദിനം സാധനങ്ങളുടെ വില കൂടി ഉടനെ ഒരു വിലവർധന നടപ്പിലാക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ കോഫി ഹൗസിനെ സംബന്ധിച്ച് ഒരു സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് മാത്രമേ ഏകദേശം ഒരാഴ്ചയോളമെങ്കിലും പരിശോധിച്ചതിന് ശേഷം മാത്രമേ വിലവർധനയോ മറ്റ് ഉപാധികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഗ്യാസിന്റെ വിലവർധനവും നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു വലിയൊരു ക്ഷീണമായി തന്നെ മാറുമെന്ന് വെച്ചാൽ അത്രയും കസ്റ്റമേഴ്സിനെ നമുക്ക് ബുദ്ധിമുട്ടിക്കാനും പാടില്ല, എന്നാൽ നമുക്ക് പിടിച്ച് നിൽക്കുകയും വേണം എന്നുള്ള രീതിയിലുള്ള കൈകാര്യം ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ ഗ്യാസ് പൂർണ്ണതോതിൽ പഴയ രീതിക്ക് എത്തിയിട്ടില്ല. 60% ഗ്യാസ് മാത്രമേ നമുക്ക് ഇപ്പം ലഭിക്കുന്നുള്ളൂ. അതിന്റെ കൂടെയാണ് ഈ വിറകും കൂടെ വെച്ച് ഉപയോഗിച്ചത്. അതിന്റെ ഇടയിൽ ഇതൊരു ക്ഷീണം തന്നെയാണ് മൊത്തത്തിൽ. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ തരണം ചെയ്യുമ്പോഴും ജീവനക്കാരുണ്ട്, നിരവധി ജീവനക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ ഈ വില വർധനവ് ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ കസ്റ്റമേഴ്സിനെ ബാധിക്കുന്ന പോലെ തന്നെ ജീവനക്കാരെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും. ജീവനക്കാർക്ക് അവർക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ജീവനക്കാരുടെ പരിശ്രമത്തിൽ ജോലി സ്ഥലത്തിന് തന്നെ അല്പം കാഠിന്യം കൂടുതലാണ്. ഗ്യാസിൽ ചെയ്ത് ശീലിച്ച ജീവനക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ തലമുറയിലുള്ളത്. അവർക്ക് ഈ വിറവും കൂടെ എങ്കിലും അവരത് ചെയ്യുന്നുണ്ട്, കൃത്യമായി അവർ അവരുടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ വില വർധനവ് എന്ന് പറയുന്നത് എടുപിടി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് സമൂഹത്തിലൊരു കോഫി ഹൗസിനെ സംബന്ധിച്ച് ഒരു സാധനത്തിന് നിത്യ വില കൂടി പിറ്റേ ദിവസം വില വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ച് ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ദിവസം 4 സിലിണ്ടറാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര രൂപയുടെ നഷ്ടം ഉണ്ടാകും ഈ ഒരു വില വർധന? 1000 രൂപ വെച്ച് 4 സിലിണ്ടർ 4000 രൂപ ഇത് തന്നെയായി. ഇനിയും നമ്മുടെ പാലിന് വില വർദ്ധിക്കാൻ പോകുന്നു എന്നൊരു അറിയിപ്പുണ്ട്. ഇതെല്ലാം കൂടെ കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് മാത്രമേ പിടിച്ചു നിൽക്കാൻ കണക്കിന് എന്തെങ്കിലും നേരെ വർധന വരുത്തേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അത്തരത്തിലാണ് മനു ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 സിലിണ്ടർ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ 4000 രൂപയുടെ വർധനവ് ദിവസം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള ഒരു വർധനവ് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇപ്പൊ കോഫി ഹൗസിനെ സംബന്ധിച്ച് വലിയൊരു ശൃംഖലയാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു മാനേജിംഗ് കമ്മിറ്റി എല്ലാം കൂടിയതിനു ശേഷം മാത്രമായിരിക്കും കേരളത്തിലുടനീളമുള്ള എല്ലാ ബ്രാഞ്ചുകളിലും ഇതൊരു വില വർധനവിലേക്ക് എത്തുക കോഫി ഹൗസിനെ സംബന്ധിച്ച്. പക്ഷേ അതിനപ്പുറത്തേക്ക് പല കടകളും ഇതിനോടകം തന്നെ അടച്ചുപൂട്ടുന്ന ഒരു പ്രതിസന്ധിയിലോട്ട് വരുന്നുണ്ട്. ഇല്ല, എനിക്കറിയാം ഈ വിറകടുപ്പിന്റെ ഒക്കെ പ്രശ്നം കാരണം ചുമയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ നിന്നിട്ട് അടുക്കളയിൽ നിന്നിട്ടല്ലേ. സാരമില്ല. ഏതായാലും ഇന്ന് ദില്ലിനെ സംബന്ധിച്ച് ഏറ്റവും തിരക്ക് പിടിച്ച ദിവസമാണ്. വലിയ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യും, എന്തായാലും കോഫി ഹൗസിൽ പോയതല്ലേ, രാവിലെ ഒരു മസാല ദോശയും ഒരു വടയൊക്കെ കഴിച്ചിട്ട് ഒന്ന് ശാന്തമായിട്ട് പോരെ.
തീർച്ചയായും മനു, ഈ പറയുന്നത് പോലെ വിറകടുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. നമുക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നമുക്കറിയാം, ഇപ്പോഴവർ ഒരു വിറകടുപ്പിലേക്ക് ചുരുങ്ങിയൊരു കാഴ്ച, ഇപ്പോൾ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചത് പ്രകാരമാണെങ്കിൽ 60% ഗ്യാസ് എത്തിയ ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് വീണ്ടും ഈ ഒരു പ്രതിസന്ധി അവർക്ക് തരണം ചെയ്യേണ്ടി വരുന്നത്. ഇനി എന്ത് എന്നുള്ള ഒരു വലിയ ചോദ്യം തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും മുന്നിൽ നിൽക്കുന്നത്. അത് കസ്റ്റമേഴ്സിനെ മാത്രമല്ല ബാധിക്കുന്നത്, ജീവനക്കാരെ കൂടെ ബാധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. വില വർധനവ് നമുക്കറിയാം, ഇപ്പോൾ പലരും ഈ പുറത്തുനിന്ന് ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും ഒക്കെ ആണെങ്കിലും വലിയ തരത്തിൽ ഈ ഒരു ഹോട്ടലുകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അവർക്കൊക്കെ തന്നെ ഇത് വലിയ തരത്തിൽ ബാധിക്കും. ആ ഒരു കസ്റ്റമേഴ്സിനപ്പുറത്തേക്ക് നിരവധി ജീവനക്കാർ ഉള്ള ഒരു വലിയ ശൃംഖല കൂടിയാണ് കോഫി ഹൗസ് എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ തലസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോഫി ഹൗസിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ വില വർധനവിനെ പറ്റി നോക്കുന്നില്ല. അത് കൃത്യമായ വലിയ ശൃംഖലയായതുകൊണ്ട് തന്നെ കൃത്യമായ മാനേജിംഗ് കമ്മിറ്റി എല്ലാം കൂടിയതിനു ശേഷമായിരിക്കും വില വർധനവിനെ പറ്റി സൂചിപ്പിക്കുകയുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് പോലെ ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട്, തട്ടുകടകളുണ്ട്. ഇനി 6-ാം തീയതി മുതൽ സമരത്തിന് ഇറങ്ങുകയാണ്. വലിയ തരത്തിൽ തന്നെ പ്രതിസന്ധിയിലേക്ക് നാട് നീങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴും മൗനം പാലിക്കുന്ന പല രാഷ്ട്രീയ നേതാക്കളും നമ്മളുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൽ കൂടുതൽ വലിയ പേടിപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ കാഴ്ച എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും മനു. ശരി, അപ്പോൾ ഒക്കെ